അമ്മയ്ക്ക് നേരിട്ട് എന്താണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു രാവിലെ എന്റെ അമ്മയുടെ നമ്പറിലേക്ക് ഒരു ഭീഷണി കോള് വരികയാണ്. ആ ഭീഷണി കോള് വന്നതിന്റെ ഫലമായിട്ട് അവരത് സ്ഥിരമായതുകൊണ്ട് അവരത് ചീത്ത പറഞ്ഞ് വെച്ച് കട്ട് ചെയ്ത് പോകുന്ന വഴിക്ക് അവര് സ്ഥിരമായി എന്റെ മമ്മിയും പപ്പയും പോകുന്ന ഒരു വഴിയുണ്ട്. മമ്മിയെ ജോലിക്ക് വിടാൻ പോകുന്നതാണ്. ആ വരുന്ന വഴിയിൽ ഒരു കാറ് അവരെ തട്ടിയിട്ട് വീഴാത്തത് കൊണ്ട് റിവേഴ്സിൽ വന്ന് ഇടിച്ചിട്ട് അങ്ങനെ ഇടിച്ചെന്റെ മമ്മിയുടെ കൈ എൽബോ പൊട്ടി. തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലിൽ ഇന്നലെ സർജറി കഴിഞ്ഞ് ഇപ്പൊ മമ്മി ICU ഇന്നലെ പുറത്തേക്ക് കൊണ്ടുവന്നു. മെനിഞ്ഞാന്ന് സർജറി, മെനിഞ്ഞാന്ന് ഇൻസിഡന്റ് ഉണ്ടായത്. മമ്മി ഇപ്പം ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ നമ്മൾ ഈ പരാതി കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ പേരിൽ പരാതിയുമായി മുമ്പിട്ടത് ഇതുമായി കണക്ട് ചെയ്യുന്നില്ല ഞാൻ ആവാമെന്നുള്ള പറയും. കാര്യം ആ നമ്പർ, അത് കാറിന്റെ നമ്പർ മുമ്പിലുള്ള എന്റെ തന്നെ ഒരു സുഹൃത്തിന്റെ CCTV ക്യാമറയിൽ നിന്ന് നമ്പർ ചെക്ക് ചെയ്തപ്പോ അതൊരു ഡിയോ സ്കൂട്ടറിന്റെ നമ്പർ, അത് കാറിന്റെ നമ്പർ അല്ല, ഫേക്ക് നമ്പറാണ്. അല്ല, അത് ഓബ്വിയസ്ലി ചിലപ്പം മറ്റെന്തെങ്കിലും ആയിട്ടുള്ള വിഷയമുള്ള കാർ ആയിരിക്കാം. പക്ഷെ ഇങ്ങനെ വന്ന് ഇടിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു എന്റെ ലൈഫില്. വലിയതോറ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി പോയിട്ടുണ്ട്. മമ്മിയുടെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് FIR ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സീസൺ എന്തായാലും ഫേക്ക് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? എല്ലാ സീസണും ഇതുപോലെയൊക്കെ തന്നെയാണ്. അത് അവർക്ക് തൊടാൻ പറ്റാതെ കയറി വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വന്നപ്പോൾ അതിനെയും ഡിസീസ് അൺഫെയർ എന്ന് പറഞ്ഞ് ആ ബാക്കപ്പ് പാർട്ടിയിൽ നിന്ന് മാറിയെന്ന കാര്യം ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ, അങ്ങനെയാണ് അവർ പ്രതിഷേധിക്കുന്നത്. അത് ഈ തവണ നടക്കാതിരിക്കാനാണ് ഈ കഴിഞ്ഞ തവണത്തെ ക്രിയേറ്റീവ് ഡയറക്ടറിനെ ഇപ്പൊ മനഃപൂർവ്വം മാറ്റി അവര് പറഞ്ഞാൽ കേൾക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പരിധിയിൽ നിൽക്കുന്ന ഒരു ക്രിയേറ്റീവ് ഡയറക്ടറിനെ ഇപ്രാവശ്യം വെച്ചത്. ഈ മർദ്ദിക്കുന്ന പറഞ്ഞിട്ട് ഇന്റർനെറ്റ് കോൾസുകൾ വന്നിട്ടുണ്ടോ? എന്താണ് മർദ്ദിക്കുന്നല്ല, ഉപദ്രവിക്കും. നിനക്ക് വെളിയിറങ്ങി നടക്കണ്ടേ എന്നാണ് ചോദ്യം. വെളിയിറങ്ങി നടക്കണ്ടേ? നീ ആർക്കെതിരെയാണ് സംസാരിക്കുന്നത്, നിനക്ക് ബോധ്യമുണ്ടോ? അത് അൺനോൺ കോൾസ് ആണോ അതോ ഇന്ന ആളാന്ന് പറഞ്ഞ് വിളിക്കുന്നതാണോ? ഇല്ല, അൺനോൺ കോൾസ് ആണ്, ഇന്റർനെറ്റ് കോൾസ് ആണ് വരുന്നത്. അപ്പൊ ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ വ്യക്തമായിട്ടൊരു ടീം അവർക്കുണ്ടെന്ന് എനിക്ക് അറിയില്ല. ചുമ്മാ ഞാൻ ആ സ്റ്റേഷനിൽ എത്തിയ കാര്യം അവരെങ്ങനെ അറിഞ്ഞു? എന്റെ ചോദ്യം, ഞാൻ നസറത്പട്ടി സ്റ്റേഷനിൽ എത്തിയത് എങ്ങനെ അറിഞ്ഞു? അവിടെ നിന്ന് ഈ ഇന്നോവ കാർ എന്തിന് ഫോളോ ചെയ്തു? കൃത്യമായി ഇൻഫർമേഷൻ കൊടുത്തിട്ടല്ലേ പോലീസ്? നിങ്ങൾ പറഞ്ഞു വെക്കുന്ന അവർക്ക് ഗുണ്ടാ സംഘങ്ങൾ ഉണ്ടെന്നാണ്. ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സോ താങ്ക് യു സോ മച്ച്, എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു അഖിലേട്ടൻ. താങ്ക് യു. എന്തേലും താങ്ക് യു വന്ന എല്ലാവർക്കും നന്ദി കേട്ടോ. താങ്ക് യു.